Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I believe all of you are doing well. Embrace a lifestyle of obedience. അനുസരണത്തിന്റെ ഒരു ജീവിത ശൈലി ഏറ്റെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് അനുസരണത്തിന്റെ ജീവിത ശൈലി നാം ഏറ്റെടുക്കുകയാണ്. So the most necessary thing in our life is a lifestyle of obedience. അനുസരണം ഒരു ചെറിയ കാര്യമല്ല. Obedience is not a small matter. അതൊരു വലിയ കാര്യമാണ്. It is an important and a great matter. കർത്താവായ യേശുക്രിസ്തു പിതാവിനെ അനുസരിച്ചതാണ് ജീവിതത്തിലെ വിജയത്തിന്റെ എല്ലാം രഹസ്യം. The secret behind Jesus' ministry was his obedience to the Father. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതലിന്റെ രഹസ്യം യേശുവിനെ അനുസരിക്കുന്നതാണ്. The greatest secret of our life and deliverance is our obedience to the Lord Jesus. നാം ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? So how can we please God? അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചു. Abraham pleased God. അതിന്റെ അർത്ഥം What that means is അവൻ ദൈവത്തെ അനുസരിച്ചു എന്നുള്ളതാണ്. he obeyed God. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ To please God, അത് അനുസരണത്തിലൂടെ പറ്റുകയുള്ളൂ. it can only be done through obedience. പരിശുദ്ധാത്മാവ് എഴുതിയ വചനം The word that the Holy Spirit നാം wrote, അനുസരിക്കുമ്പോൾ as we are obedient to it, ആ അനുസരണം that obedience അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായി മാറും. will be turned to something that pleases God. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അനുസരിക്കുക എന്നുള്ളതാണ്. So to please God, what it means is we are obedient to him. അവനോടുള്ള സ്നേഹത്തിന്റെ തെളിവാണ് അനുസരണം. And the proof that we love God is our obedience. അനുസരണം ഒരു ഡ്യൂട്ടി അല്ല, അത് ഒരു ഡിവോഷനാണ്. Obedience is not a duty but a devotion. അവൻ ദൈവത്തിന്റെ നിയമം ഒരു ബർഡൻ അല്ല, എന്നാലോ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്കും സമൃദ്ധിയായ ജീവിതത്തിലേക്കുമുള്ള വഴിയാണ്. God's laws are not burdensome, but it is the way that we can lead a life that is free, and it is the way of life. ദൈവത്തെ പ്രസാദിപ്പിക്കുക. So we need to please God. നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇഷ്ടമുണ്ടോ? But do you like to please God? ഒന്ന്, There's only one thing. ഈ വചനം വായിക്കുക. Read the word of God. രണ്ട്, Secondly, അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും. at that time our lifestyle changes. റോങ് ജേർണി മാറും. Our wrong journeys changes. നമ്മുടെ വിഷൻ ചേഞ്ച് ചെയ്യും. And our visions change. പാപ ചിന്തകൾ മാറും. Oh, sinful thoughts leave us. ഇതാണ് ദൈവത്തെ അനുസരിക്കുമ്പോൾ, ഈ വചനം അനുസരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകും. This is what we receive when we listen and be obedient to the words and voice of God. നിങ്ങൾ അങ്ങനെ അനുസരിക്കുമ്പോൾ So as you are obedient in that way, ഒരു വലിയ ഗ്രോത്ത് നിങ്ങൾക്ക് സംഭവിക്കും. a great growth will come into your life. ഒരു സ്പിരിച്വൽ ഗ്രോത്ത്. A spiritual growth. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കൊക്കെയോ ഒരാത്മീക ഉണർവും ഒരാത്മീക വളർച്ചയും സംഭവിക്കാൻ പോകും. Some of you who are watching me, let me tell you, you are going to have a spiritual growth and a spiritual revival. നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല. You are not an ordinary person. നിങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി വ്യക്തിയാണ്. You are an extraordinary person. ഒടുവിൽ സഹോദരന്മാരെ, At the very end, brothers, ദൈവപ്രസാദം ലയിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ആമേൻ ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കണം. you must walk in a way that is pleasing to God as we have taught you. ആമേൻ. Amen. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് So what it means to please God is ഒരു ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ ജീവിക്കാമെന്നുള്ളതാണ്. is all about leading a life that is fruitful to Christ. ഒരു ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം. A fruitful Christian life. നമ്മുടെ ജീവിതത്തിൽ In our life, കുറെ കാര്യങ്ങൾ ചെയ്തു, you did a lot of things. അത് പൂർണ്ണമായില്ല. That was not complete. ബൈബിൾ പറയുന്നു, The Bible says പൂർണ്ണമായി നീ ദൈവത്തെ അനുസരിക്കണം. you need to be completely obedient to the Lord. രക്ഷിക്കപ്പെടണം. You got to be saved. അപ്പോൾ പാപബോധം വരുന്നു. It is at that time you are aware of sin. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബാപ്റ്റിസം എടുക്കണം. And you need to take baptism in the name of the Father, the Son, and the Holy Spirit. ഇത് വചനമാണ്. This is the word of God. ഇത് സഭയുടെ ഒരു റൂളല്ല. This is not a rule of a church. ഇത്
ഈ സഭ കർത്താവിന്റെയാണ്. This church is the Lord's. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയിൽ ചേർത്തുകൊണ്ടിരുന്നു. And the Lord kept on adding all those who were saved to the church. ഇന്ന് ഈ സമയം Right now in this moment, വിശ്വസിച്ച് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, if there's anyone who has not yet believed and taken baptism, നിങ്ങൾ എന്നും ബൈബിള് കേൾക്കുന്ന ആളായിരിക്കും. you might be a person who keeps on listening to the word of വചനം God. വായിക്കുന്ന You ആളായിരിക്കും. might be a person who keeps on ഒരു reading the കാര്യം word of God. ഉറപ്പാണ്. But there's one thing for sure. നിങ്ങൾ ഈ വചനം അനുസരിക്കണം. You must be obedient to the word. അനുസരിക്കുക എന്ന് പറയുമ്പോൾ So when we speak about being obedient to the word, ആമേൻ, യേശുവിന്റെ വാക്കുകൾ അനുസരിക്കുക. we need to be obedient to the word of God and the voice of Follow God. Jesus. You got to follow ഈ Jesus. കർത്താവിനെ അനുഗമിക്കുക. You need to follow Jesus. രക്ഷിക്കപ്പെടണം, You need to get saved. സ്നാനപ്പെടണം, You need to take baptism. പരിശുദ്ധാത്മനിറവ് And പ്രാപിക്കണം. you need to receive the fullness of the Spirit. അതുകൊണ്ട് ആയില്ല. And that's not all. വിശുദ്ധിയും വേർപാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. And we must have holiness and we need to consecrate ourselves in our lives. യേശു വരാറായി. Jesus is coming soon. ഇതുവരെ ഒരുങ്ങാത്ത എല്ലാവരും Everyone who's not yet prepared themselves അതിനുവേണ്ടി ഒരുങ്ങുക. must prepare themselves for that. ഇന്നത്തെ വചനം Today's word. embrace a lifestyle of obedience. അനുസരണത്തിന്റെ ഒരു ജീവിത ശൈലി ഏറ്റെടുക്കുക. അതിലേക്ക് വരിക. You need to come to that. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. I pray for these people. അങ്ങയുടെ വിടുതൽ Oh, your deliverance. ഈ ജനത്തിന്മേൽ അയക്കണമേ. Send it upon these people. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. May your glory descend. ഈ വചനം This word, പവർഫുൾ ആകട്ടെ. oh, let it be powerful in their lives. ആമേൻ. കാണുന്നവരുടെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. Oh, let all the problems that they're encountering be turned away. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. I love you. God bless you. I love you.